പറയുന്നത് പോർട്സ്മത്ത് എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്കാണ്. നമ്മൾ പറയുമ്പോൾ അത് പോർട്സ്മൗത്ത് എന്നാണെങ്കിലും അതിൻ്റെ റൈറ്റ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ നോക്കുകയാണെങ്കിൽ പോർട്സ്മത്ത് എന്നാണ് അത് പറയേണ്ടത്. അങ്ങനെ ഞങ്ങൾ പോർട്സ്മത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മറ്റേ ഓക്സ്ഫോർഡിലൊക്കെ ചെയ്ത പോലെ തന്നെ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുത്തത്. അതായത് ഒരു കോമൺ പ്ലേസിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ് ചാർജ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സിറ്റിയിലേക്കും പല 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 ഭാഗത്തേക്കും കണക്ടിവിറ്റി ബസ്സുകളൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലായിടത്തേക്കും പോകാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാർക്ക് ചെയ്ത് ബസ് എടുത്ത് സിറ്റി സെൻറ്ററിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ ഈ പേര് പോലെ തന്നെ പോർട്സ്മത്ത് എന്ന് പറഞ്ഞൊരു സിറ്റി ആക്ച്വലി ഒരു എന്താ പറയുക ഒരു പോർട്ടാണ്. അപ്പം അറിയാമല്ലോ, ഡോക്ക് യാർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ അട്രാക്ഷൻ. അതും എന്താ പറയുക ഇംഗ്ലണ്ടിൻ്റെ ഒരു സൗത്ത് സൈഡിലുള്ള പോർട്ട് എന്ന് പറയാം. അങ്ങനത്തെ ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇപ്പോൾ ഒരു ഹൈ സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ നടന്ന ഹൈ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് പോർട്ടിൻ്റെ സൈഡിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5-1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടേക്ക്. അപ്പോൾ ആ ഡ്രൈവ് കഴിഞ്ഞ് വന്ന് ക്ഷീണവും എല്ലാം കൂടെ ആയപ്പോൾ പിള്ളേർ വിശക്കണോ എന്നുള്ള വിളി തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ള എക്സ്പ്ലോറേഷൻ തുടങ്ങാമെന്നുള്ളതിലാണ് ഞങ്ങളൊരു കുഞ്ഞി മെക്ഡി സ്നാക്ക് കഴിച്ചത്. ഈ പോർട്സ്മത്തിൽ എന്താ പറയുക കാണാനുള്ള സ്ഥലങ്ങൾ തപ്പുമ്പോൾ ആദ്യം വരുന്നൊരു സ്ഥലമാണ് ഗൺവാർഫ് ക്വേ എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ സ്നാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബസ് പിടിച്ച് എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിതിൻ്റെ പേര് കേട്ടപ്പോൾ ഓർത്തു എന്തോ കാണാനുള്ളൊരു സ്ഥലമാണെന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു വലിയ ഷോപ്പിംഗ് സെൻറ്ററാണ്. വലിയ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100ഓളം ബ്രാൻഡിൻ്റെ അടുത്തുള്ള ബ്രാൻഡഡ് ഷോപ്പുകൾ, എന്താ പറയുക കോച്ച്, ലിൻഡറ്റ്, അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചോക്ലേറ്റിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ലിൻഡറ്റിൻ്റെ ഷോപ്പാണ്. അതുപോലെ കാഡ്ബറിയുടെ, ഹാരിബോസിൻ്റെ, അങ്ങനെ ദ ബെസ്റ്റ് ചോക്ലേറ്റ്സിൻ്റെ ഷോപ്സ്. അപ്പോൾ അവർ പറയുന്നത് എന്താ പറയുക നമ്മുടെ റീറ്റെയിൽ പ്രൈസിനേക്കാളും 60% ഒക്കെ ഓഫിൽ. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ചോക്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. നല്ല എന്താ പറയുക വലിയ വലിയ ബോക്സസ് ആയിട്ട് ചോക്ലേറ്റ്സിൻ്റെ കിട്ടും. ഈ ഗൺവാർഫ് ക്വേൻ്റെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കുമ്പോഴാണ് ഈ വാട്ടർ ഫ്രണ്ട്. ഈ വാട്ടർ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രോമിനൻറ്റ് സ്ട്രക്ചറാണ് ഈ കാണുന്ന ടവർ. സ്പിന്നക്കർ ടവർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പം ഗൂഗിളിലൊക്കെ പോർട്സ്മത്ത് എന്നൊരു സിറ്റി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു ഇമേജ് ഈ ഒരു ടവറിൻ്റെ ആയിരിക്കും. ഒരു അടിപൊളി ടവർ എന്ന് പറഞ്ഞാൽ നല്ല പൊക്കമുണ്ട്. എനിക്കൊന്ന് ഏകദേശം എനിക്ക് 170 മീറ്റർ എന്തോ പൊക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ടിക്കറ്റൊക്കെ എടുത്ത് കയറണം കേട്ടോ. ഞങ്ങൾ കയറിയൊന്നുമില്ല. അപ്പോൾ അതിനകത്തൊരു ഹൈ സ്പീഡ് ലിഫ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഒരു 100 മീറ്റർ എബവ് അതിനകത്തൊരു സ്കൈ വാക്കിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അതുമല്ല അതിനകത്ത് എന്തോ ഹൈറ്റി അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലുള്ള വ്യൂ എനിക്ക് തോന്നുന്നു ഹാർബറിൻ്റെ ഒരു എത്രയോ മൈൽസ് 20 മൈലോ എന്തോ കാണാൻ പറ്റുന്നൊരു വ്യൂ ഒക്കെയാണ് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. ഈ പോർട്സ്മത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പോർട്ടാണ് ബേസിക്കലി. അപ്പോൾ ഈ ഒരു സിറ്റീനെ ഏറ്റവും എന്താ പറയുക വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സിറ്റീസാക്കി മാറ്റുന്നതിൻ്റെ കാരണം തന്നെ ഇത് റോയൽ നേവിയുടെ ഒരു ബേസാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് 3 സ്ഥലത്ത് എന്താണ് ബേസ് ഉള്ളത് ഇംഗ്ലണ്ടിൽ. അപ്പോൾ അതിലത്തെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ബേസാണ് ഈ പോർട്സ്മത്ത് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ തിരിഞ്ഞാലും നേവൽ ബേസിലുള്ള കാര്യങ്ങൾ, ഷിപ്പിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെയാണ് എല്ലാ സൈഡിലേക്കും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. പോകുന്നത് ആക്ച്വലി ക്രിസ്മസ് ഹോളിഡേയ്സിൻ്റെ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്മസ് ചിയർ എല്ലായിടത്തും ഉണ്ട്. ക്രിസ്മസ് ട്രീസും ക്രിസ്മസ് ഡെക്കറേഷൻസും. അതുകൊണ്ട് തന്നെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളായിട്ട് മൊത്തം ആ ഒരു ഏരിയ ഭയങ്കര ലൈവ്ലിയാണ്. ശരിക്കും ഇങ്ങനെ ക്രിസ്മസൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പറയും അയ്യോ നാട്ടിലെ ക്രിസ്മസ് മിസ് ചെയ്യണമെന്ന് പറയും. ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ വളർന്നതുകൊണ്ട്
അങ്ങനെ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യണമെന്ന് പറയും. പക്ഷേ ഇവിടുത്തെ വേറെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു രസമല്ലേ എന്ന് തോന്നും. എസ്പെഷ്യലി ക്രിസ്മസ് സീസണിൽ ഇവിടുത്തെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് വില്ലേജസ് എല്ലാം എന്തൊരു ആ ഒരു കളേഴ്സൊക്കെ തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള പോലെ കാണുന്നത് കൊണ്ടായിരിക്കും നമുക്ക് നമ്മളൊരു വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഫീലാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ്. പക്ഷേ ഇങ്ങനെ സെലിബ്രേഷൻ വൈസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെയൊക്കെ ക്രിസ്മസിൻ്റെ അന്നൊക്കെ നല്ല ഓളാണ്. പക്ഷേ ഇവിടെ ക്രിസ്മസിൻ്റെ അന്നൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. രണ്ടും രണ്ട് തരം. അപ്പോൾ രണ്ടിലും ഒരു രസം എനിക്ക് തോന്നും ചിലപ്പോൾ. പിള്ളേരെയും കൊണ്ട് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ അതിലുള്ള റിസ്ക് അറിയാമല്ലോ അല്ലേ? എന്ന് വെച്ചാൽ ഓരോന്ന് കാണുമ്പോഴും പറയും എനിക്ക് അതിൽ കയറണം, എനിക്ക് ഇതിൽ കയറണം, അങ്ങനെ. അപ്പോൾ അത് പിന്നെ ഇത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടത്തി ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുപോകും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാന്നുള്ളതിൽ ഈ ഗൺവാഫ് ക്വേയിലെ ഷോപ്പിംഗ് എന്താ പറയുക സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മളിതിൻ്റെ പുറത്തേക്ക് കിടക്കണേ. അപ്പോഴാണ് വേറെ സെറ്റ് ഓഫ് കടകൾ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. എഗെയിൻ ഞങ്ങളുടെ കണ്ണിൽ ചോക്ലേറ്റ് കടകളാണല്ലോ പെടുക. അപ്പോൾ കാഡ്ബറിയുടെ ഒരു ഷോപ്പിൽ കയറി. ഇതുപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് ഇങ്ങനെ കുറേയൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല ലാഭത്തിന് ചോക്ലേറ്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി. അത് നമുക്കിങ്ങനെ കോരി ഇട്ട് അങ്ങനെ നമുക്ക് വേണ്ട പോലെ പാക്കേജിങ് ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ്. ഐക്കിയുടെ ഒരു ഫേവറേറ്റ് ചോക്ലേറ്റാണ് ഈ കാഡ്ബറിയുടെ ക്രീം എഗ്. അപ്പോൾ എന്താ പറയുക, കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള പോലെ അവനിങ്ങനെ എല്ലാം ചോദിച്ചു നോക്കും എങ്ങനെ കിട്ടിയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കാഡ്ബറിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഹാരിബോൻ്റെ ഷോപ്പ് കണ്ടു. അപ്പോൾ ഹാരിബോം ഇതുപോലെ ഇവർക്ക് ഇഷ്ടമായി. ഗമ്മി ബെയർ എന്നൊക്കെ പറയണ പോലത്തെ ഈ റബ്ബർ പോലത്തെ സാധനം നല്ല ഇഷ്ടമായിരുന്നു. എൻ്റെ മമ്മിക്കൊന്നും ഇഷ്ടമേ അല്ല, പക്ഷേ കണ്ടശാങ്കയുടെ അനൂപിൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലത്തെ. അപ്പോൾ അങ്ങനെ അവിടെ കയറിയപ്പോൾ ഇത്രയും നേരം ഇവർ കഷ്ടപ്പെട്ട് കുറേ ചോദിച്ചതല്ലേന്ന് ഓർത്തിട്ട് ഹാരിബോൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളൊരു 2 സെറ്റ് വാങ്ങി. അപ്പോൾ ഇങ്ങനെ പുളിയുള്ള മിഠായി ഇവർക്ക് ട്രാവൽ ചെയ്യുമ്പോഴും മോഷൻ സിക്നസ് ഒന്നും വരാതിരിക്കാനായിട്ട് അത് നല്ലതല്ലേന്ന് ഓർത്തിട്ട് ഹാരിബോൻ്റെ ഉള്ളിൽ നമ്മൾ ഇച്ചിരി ചോക്ലേറ്റ് അല്ല ഈ പറഞ്ഞ ഗമ്മി ബെയർ അങ്ങനത്തെ കുറച്ച് വാങ്ങിയിട്ടാണ് ഇറങ്ങിയത്. ഗൺവാഫ് ക്വേ ഷോപ്പിംഗ് സെൻറ്ററിനോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ഇനി ഡോക്ക് യാർഡിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ ഡോക്ക് യാർഡിലേക്ക് നടന്നു. ഡോക്ക് യാർഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, മെയിൻലി നമുക്ക് ഷിപ്പുകളാണ് അവിടെ കാണാനുള്ളത്. ഈ ഒരു ഡോക്ക് യാർഡ് എന്ന് പറയുന്നത് ഈ പോർട്സ്മത്തിൻ്റെ നേവൽ ബേസിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതായത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഇവിടെ മെയിൻലി HMS വിക്ടറി, HMS വാരിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 ഷിപ്പാണ്. അപ്പോൾ നമുക്കത് കാണാനും കയറി കാണാനും പുറത്തുനിന്ന് കാണാനും ഒക്കെയുള്ള ഓപ്ഷനുകളുണ്ട്. ഐക്കിക്ക് പിന്നെയും എന്താണ്ടൊക്കെ അറിയായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, കാര്യമായിട്ടല്ല, അവൻ എന്തൊക്കെയോ ഈ സ്കൂളിൽ ഇവിടുത്തെ ഹിസ്റ്ററി പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ HMS വാരിയറോ HMS വിക്ടറോ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവനതൊക്കെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ HMS വാരിയർ എന്ന് പറഞ്ഞ ഷിപ്പിൻ്റെ ഏതോ ഒരു ആർമർ പ്ലേറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെ ശരിക്കുള്ള ഒരു ഇരുമ്പാണ് ആ ഷിപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ ഇങ്ങനെ ഞാൻ പിള്ളേരുടെ അടുത്ത് പറയുന്നു, പിടിച്ച് നോക്ക്, തട്ടി നോക്ക്, നല്ല തിക്കായിട്ടുള്ളൊരു പീസ്. അപ്പോൾ എല്ലാ ഷിപ്പിൻ്റെയും പേര് ഈ HMS എന്ന് തുടങ്ങിയിട്ടായിരിക്കും. അപ്പോൾ അപ്പോഴാണ് ഞാനിത് ചിന്തിച്ചത്, എന്താണ് ഈ HMS? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്താ പറയുക, ഹിസ് ഓർ ഹെർ മജസ്റ്റീസ് ഷിപ്പ്. അപ്പം ഹെർ മജസ്റ്റീസ് ആയിരുന്നല്ലോ, ക്വീൻ എലിസബത്ത് ഉണ്ടായിരുന്നപ്പോൾ ഹെർ മജസ്റ്റി ആയിരുന്നു. അപ്പോൾ ഹെർ മജസ്റ്റീസ് ഷിപ്പ് അതാണ് HMS. ഇപ്പം എന്തായാലും അത് ഹിസ് മജസ്റ്റീസ് ആണ്. അപ്പോൾ അതെനിക്കൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പം
അതുകൊണ്ടാണ് ഈ എല്ലാ ഷിപ്പുകളുടെയും പേര് HMS എന്ന് തുടങ്ങുന്നത്. അങ്ങനെ തേരാപ്പാര ഡോക്യാർഡിൽ കൂടെ നടക്കുമ്പോഴാണ് നല്ല രസമുള്ളൊരു കഫേയും അതിൻ്റെ ഒപ്പം തന്നെ നല്ല ബെസ്റ്റ് ഒരു ഗിഫ്റ്റ് ഷോപ്പും, എന്താ പറയുക, സുവനീർ ഷോപ്പ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു കടയും കണ്ണിപ്പെട്ടത്. എന്തൊരു രസമാണ്! നോർമൽ ഒരു സുവനീർ ഷോപ്പ് പോലെയല്ല, ഈ നേവൽ ബേസ് ആയതുകൊണ്ടും എല്ലാം ഈ ഷിപ്പ് റിലേറ്റഡ്. കോമ്പസുകൾ, സെയിലേഴ്സ് യൂസ് ചെയ്യുന്ന തരം ക്യാപ്പുകൾ, അവർ യൂസ് ചെയ്യുന്ന തരം എന്താ പറയുക, ഈ പറഞ്ഞ റോപ്പുകൾ, ഷിപ്പിനകത്ത് യൂസ് ചെയ്യുന്ന തരം ബെല്ലുകൾ, എല്ലാം ഇങ്ങനെ ആ ഒരു സെയിലർ മോഡ് ഓൺ എന്ന് പറയില്ലേ, അങ്ങനത്തെ പോലത്തെ ഗിഫ്റ്റ് ഭയങ്കര ക്യൂട്ട്. എല്ലാം നല്ല വിലയുണ്ട് കേട്ടോ, പക്ഷെ കാണാനേ നല്ല രസം. ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നടന്നപ്പോഴാണ് മനസ്സിലായി അതിനകത്ത് നല്ലൊരു അടിപൊളി മ്യൂസിയം ഉണ്ടെന്ന്. പഠിച്ച കാര്യം കാണുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തികട്ടി വരുമല്ലോ. അങ്ങനെ ഗൈഡ്സിൽ പഠിച്ച ബോലൈൻ അവിടെ കണ്ടപ്പോൾ എനിക്കങ്ങ് സന്തോഷമായിട്ട് ഞാൻ അതൊക്കെ കെട്ടി നോക്കി. അതുപോലെ കുറേ നോട്ടുകളുണ്ട് കേട്ടോ, കുറേ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന പോലെ കാര്യങ്ങളായിട്ട് കുറേ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ അതിനകത്തെ ഒരുപാട് കാര്യങ്ങൾ, എന്തൊരു രസമാണ്! പണ്ടത്തെ ഓരോ ജോലിയുടെ തസ്തികകൾ, അതായത് ഈ ഷിപ്പിൽ വയ്ക്കുന്ന ഫ്ലാഗുമ്മ എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരാൾ, അത് തയ്ക്കുന്ന ഒരാൾ, ഈ എന്താ പറയുക ഓരോ സീലുകൾ ഉണ്ടാക്കുന്ന ആൾ, ഇതിനൊക്കെ ഓരോ പേരുകളാണ്. അങ്ങനെയുള്ള ഓരോ ജോബും അവർ ചെയ്തിരുന്ന കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിറയെ ഇൻഫർമേഷൻ ഉണ്ട്. നല്ല ഇൻട്രസ്റ്റിങ്ങും ആയിരുന്നു. അങ്ങനെ കുറേ നേരം സ്റ്റോളറിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്ന സാമീനെ കുറച്ച് നേരത്തേക്ക് അഴിച്ചു വിടാൻ തീരുമാനമായി. അപ്പം അവന് സ്വാതന്ത്ര്യം കിട്ടിയോടുകൂടി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെ അവൻ ഓടി നടക്കുക. അവന് പിന്നെ തിരിച്ച് സ്ട്രോളറിൽ കയറിയേ വേണ്ട, ഓടി നടക്കുക, ഒരാൾ അവനെ പിടിക്കാൻ പാടില്ല. അടുത്തത് ഈ ഡോക്യാർഡിൽ തന്നെയുള്ള HMS വിക്ടറി എന്ന് പറഞ്ഞ ഷിപ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ നമുക്ക് ഇപ്പുറത്ത് കാണാം ഇപ്പോഴും ഓപ്പറേറ്റീവ് ആയിട്ടുള്ള നേവൽ ബേസിൻ്റെ ശരിക്കുള്ള ബിഗ് ഷിപ്സും അതിൽ ആൾക്കാർ വർക്ക് ചെയ്യണതൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് അതൊക്കെ കണ്ട് നടന്നിട്ടാണ് നമ്മൾ ഈ HMS വിക്ടറിയുടെ അടുത്തേക്ക് എത്തുക. ഇതാണ് ഈ HMS വിക്ടറി എന്ന് പറയുന്ന ഷിപ്പ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പണ്ടത്തെ ഷിപ്പാണെന്നുള്ളതും. ഫുള്ള് എന്താ പറയുക, വുഡനാണ്. ഫുള്ള് ആ കാണുന്ന ജനലുകളൊക്കെ ഇങ്ങനെ വുഡിലുണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല പണ്ടത്തെ ഷിപ്പ്. എന്താ ഭയങ്കര ഒരു ഗ്രാൻഡർ എന്ന് നമുക്ക് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ തന്നെ. കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്ട്രോളറിൽ കയറാൻ പറഞ്ഞപ്പോൾ അവന് വയ്യ അത്രേ. അപ്പോൾ അതിനുള്ള കൈക്കൂലിയാണ് കയ്യിലിരിക്കുന്നത്. അങ്ങനെ സ്ട്രോളറിലൊക്കെ കയറി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇനി തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ വീണ്ടും ബസ് സ്റ്റോപ്പിലെത്തി. ഞങ്ങൾ ബസ് പിടിച്ച് തിരിച്ച് പാർക്ക് ആൻഡ് റൈഡിലേക്ക് തന്നെ പോയി. അവിടെ നിന്ന് കാറെടുത്ത് വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക അടിപൊളിയെ സ്പെൻഡ് ചെയ്ത ഒരു പോർട്സ്മത്ത് ഡേ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യൂ. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.